ആൽഗുസൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോൾ, അപ്ലൈ, ബൈൻഡ് എന്ന 3 മെത്തേഡ്സ് ആയിരിക്കും കവർ ചെയ്യുക. ഈ മെത്തേഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഈ മെത്തേഡ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുക. നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ് യൂസർ ഈക്വൽ ടു നെയിം അമൽ, ഏജ് 25, യൂസറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിന് പ്രിന്റ് ഡീറ്റെയിൽസ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷനിൽ നമ്മൾ യൂസറിൻ്റെ നെയിമും ഏജും പ്രിന്റ് ചെയ്യും. അതെങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുക? കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഡോട്ട് നെയിം, കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഡോട്ട് ഏജ്. അങ്ങനെ നമുക്ക് നെയിമും ഏജും ഈ യൂസറിൻ്റേത് ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യാം. നമുക്ക് ഈ മെത്തേഡിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. യൂസർ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ്. അന്നേരം ഈ യൂസറുടെ നെയിമും ഏജും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. നമുക്ക് മറ്റൊരു യൂസർ ഉണ്ടെന്ന് വിചാരിച്ചോ. യൂസർ 2. യൂസർ 2ൻ്റെ നെയിം അർജുനാണ്, ഏജ് 21 ആണ്. എന്നിട്ട് നമുക്ക് യൂസർ 2ൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണം. അന്നേരം നമ്മൾ യൂസർ 2 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ്. അന്നേരം നമുക്ക് യൂസർ 2ൻ്റെ ഡീറ്റെയിൽസും ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിന്റ് ഡീറ്റെയിൽസ് മെത്തേഡ് ഈ രണ്ട് ഒബ്ജക്റ്റിനും കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രിന്റ് ഡീറ്റെയിൽസിനെ ഈ ഒബ്ജക്റ്റിന് പുറത്തോട്ട് എടുക്കാം. let print details equal to function. ഇനി നമുക്ക് ഓരോ യൂസറിനും ഈ പ്രിന്റ് ഡീറ്റെയിൽസിനെ കോൾ ചെയ്യണം. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പം യൂസർ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറ്റത്തില്ല. കാരണം യൂസറിൻ്റെ ഉള്ളിലല്ല ഇപ്പോൾ പ്രിന്റ് ഡീറ്റെയിൽസ് ഉള്ളത്. ഈ ദിസിൻ്റെ വാല്യൂ നമുക്ക് ഓരോ യൂസറുടെ കേസിലും പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 3 മെത്തേഡ്സും യൂസ് ചെയ്യുന്നത്. 3 മെത്തേഡ്സിൻ്റെയും സിൻറ്റാക്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കോൾ, അപ്ലൈ, ബൈൻഡ്. മെയിൻലി ദിസിൻ്റെ വാല്യൂ ഒരു ഫംഗ്ഷന് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കോളിൻ്റെ സിൻറ്റാക്സ് കാണാം. നമ്മൾ ആദ്യം ഫംഗ്ഷൻ്റെ പേര്, ഇവിടെ പ്രിന്റ് ഡീറ്റെയിൽസ് ആണ് ഫംഗ്ഷൻ്റെ പേര്, ഡോട്ട് കോൾ. ആദ്യം നമ്മൾ ദിസിൻ്റെ വാല്യൂ യൂസർ ആയിട്ടാണ് വേണ്ടതെന്ന് വിചാരിച്ചോ. അന്നേരം യൂസർ എന്ന് കൊടുക്കും. അന്നേരം നമുക്ക് ഔട്ട്പുട്ടിൽ ഈ യൂസറുടെ നെയിമും ഏജും പ്രിന്റഡ് ആയിട്ട് കിട്ടി. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് കോൾ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പം ദിസിൻ്റെ വാല്യൂ യൂസറായി. അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. ദിസിൻ്റെ വാല്യൂ യൂസർ ആയതുകൊണ്ട് യൂസർ ഡോട്ട് നെയിം, യൂസർ ഡോട്ട് ഏജ്. അങ്ങനെയാണ് നമുക്ക് അമലും 25 കിട്ടിയത്. സിമിലർലി ഇനി രണ്ടാമത്തെ യൂസർ നെയിം നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിലോ, പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് കോൾ യൂസർ 2. അന്നേരം ഈ ഫംഗ്ഷനിൽ പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിൽ ദിസിൻ്റെ വാല്യൂ യൂസർ 2 ആയി. എന്താണോ ദിസിൻ്റെ വാല്യൂ അതാണ് കോളിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ്. ഇനി ഈ ഫംഗ്ഷന് കുറച്ചുകൂടി ഇൻപുട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. സ്കൂൾ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഡോട്ട് സ്കൂൾ. ദിസ് ഡോട്ട് അല്ല, കൺസോൾ ഡോട്ട് ലോഗ് സ്കൂൾ.
അന്നേരം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ദിസിൻ്റെ വാല്യൂ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ അമൽ 25 അൺഡിഫൈൻഡ് എന്നാണ് കിട്ടിയത് യൂസറിന്. അന്നേരം ബാക്കി ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു കൊടുക്കണം. അതിവിടെ കോമ ഇട്ടിട്ടായിരിക്കും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു കൊടുക്കുക. സ്കൂൾ, ചാവറ സ്കൂൾ. അന്നേരം നമുക്ക് സ്കൂളും ഔട്ട്പുട്ടിൽ പ്രിന്റഡ് ആയിട്ട് കിട്ടി. ഇനി വേറൊരു ആർഗ്യുമെന്റ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ, ലൊക്കേഷൻ. console.log ലൊക്കേഷൻ. അതും കോമ ഇട്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അമനക്കര. ഇവിടെ നമ്മൾ സ്കൂളും ലൊക്കേഷനും ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്തു. കോളിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണോ ദിസിൻ്റെ വാല്യൂ അതായിരിക്കും പിന്നീട് ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ്സും. അത് കോമ ഇട്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി നമുക്ക് അപ്ലൈ മെത്തേഡിലോട്ട് കിടക്കാം. സെയിം എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് അപ്ലൈ മെത്തേഡിൻ്റെ കേസിൽ കോളിന് പകരം അപ്ലൈ കൊടുക്കും. അതിനുശേഷം ആർഗ്യുമെന്റ്സ് എല്ലാം, ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ്സ് എല്ലാം ഒരു അറയിലായിരിക്കും കൊടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് അപ്ലൈ. അത് കഴിഞ്ഞ് ദിസിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിൽ ദിസിൻ്റെ വാല്യൂ എന്താണ്? അത് യൂസർ ഒബ്ജക്റ്റ് ആണ്. അതിനുശേഷം ആർഗ്യുമെന്റ്സ് ഇവിടെ നോക്കിയ സ്കൂളും ലൊക്കേഷനും ആയിരുന്നു. അതിനെ ഒരു അറേ ആയിട്ട് നമ്മൾ പാസ് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂളും ലൊക്കേഷനും നമ്മൾ കോമ ഇട്ടിട്ടാണ് പാസ് ചെയ്തത്. യൂസർ കഴിഞ്ഞിട്ട് ആർഗ്യുമെന്റ്സ് എല്ലാം ജസ്റ്റ് കോമ ഇട്ടിട്ട് നമ്മൾ പാസ് ചെയ്തു. അതേസമയം അപ്ലൈയുടെ കേസിൽ അത് ഒരു അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഇത് മെയിൻലി ഓർത്തിരിക്കുക. ഇനി ബൈൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബൈൻഡിൻ്റെ സിൻടാക്സ് വരിക പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് ബൈൻഡ്. എന്നിട്ട് എന്താണോ പ്രിന്റ് ഡീറ്റെയിൽസിൽ ദിസിൻ്റെ വാല്യൂ അത് പാസ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ ഒരു കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ദിസിൻ്റെ വാല്യൂ യൂസറാണ്. പക്ഷേ നമ്മൾ ഈ യൂസറിനെ അല്ല ഈ പ്രിന്റ് ഡീറ്റെയിൽസിനെ കോൾ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള മെത്തേഡ്സിൻ്റെ കേസിൽ, കോളിൻ്റെ അപ്ലൈയുടെയും കേസിൽ നമ്മൾ ഇതുപോലെ എഴുതി കഴിയുമ്പോൾ ആ മെത്തേഡ് കോൾ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ബൈൻഡിൻ്റെ കേസിൽ ആ മെത്തേഡ് കോൾ ആവുന്നില്ല. പകരം പ്രിന്റ് ഡീറ്റെയിൽസിൻ്റെ ഒരു കോപ്പി ഫംഗ്ഷനാണ് കിട്ടുന്നത്. പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ കോപ്പി. അതിൽ ദിസിൻ്റെ വാല്യൂ യൂസറുമാണ്. ഇനി നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്ന് വിചാരിച്ചോ. അന്നേരം എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ പാസ് ചെയ്യും. കോമ ഇട്ടിട്ടാണ് ആർഗ്യുമെന്റ്സ് എല്ലാം പാസ് ചെയ്തത്. കോളിൽ നമ്മൾ പ്രിന്റ് ഡീറ്റെയിൽസിന് ദിസിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്ലൈയുടെ കേസിലും ദിസിൻ്റെ വാല്യൂ പ്രിന്റ് ഡീറ്റെയിൽസിന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അതിനെ കോൾ ചെയ്തു. പക്ഷേ ബൈൻഡിൻ്റെ കേസിൽ നമ്മൾ പ്രിന്റ് ഡീറ്റെയിൽസിന് ദിസിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമുക്ക് പ്രിന്റ് ഡീറ്റെയിൽസിൻ്റെ ഒരു കോപ്പി ഫംഗ്ഷൻ കിട്ടി.
പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഒരു കോപ്പി. അതിന് ഞാൻ FN എന്ന് പറഞ്ഞ ഈ വേരിയബിളിലോട്ട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അങ്ങനെയാണ് നമുക്കിവിടെ അമൽ 25 ചാവറ സ്കൂൾ അമനകര എന്ന് കിട്ടിയത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഇവിടെ ഇപ്പം സ്കൂള് പാസ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം നമുക്ക് സ്കൂള് നേരത്തെ പാസ് ചെയ്ത് വെക്കാം. ഇവിടെ ബൈൻഡ് യൂസർ ചാവറ സ്കൂൾ. അന്നേരം നമുക്ക് കിട്ടിയ ആ കോപ്പി ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിൽ നമ്മൾ സ്കൂള് ഓൾറെഡി സെറ്റ് ചെയ്തു. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയ സ്കൂള് ഓൾറെഡി സെറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂള് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചാവറ സ്കൂളിൽ നിന്ന്. പ്രിന്റ് ഡീറ്റെയിൽസ് ചാവറ സ്കൂൾ. ഇനി ലൊക്കേഷൻ പാസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്, അമൽ 25 ചാവറ സ്കൂൾ അമനകര. ഇനി വേറൊരു ലൊക്കേഷൻ ആ സെയിം ഫംഗ്ഷന് പാസ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം നമുക്ക് വീണ്ടും ആ ഫംഗ്ഷനെ ഇങ്ങനെ കോൾ ചെയ്യാം. അമൽ 25 ചാവറ സ്കൂൾ രാമപുരം. ഇനി ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എങ്ങനെ സ്വയം ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്കിവിടെ യൂസർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നെയിം ഡേവിഡ്. പിന്നെ പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഇൻപുട്ടായിട്ട് ഏജും ലൊക്കേഷനും മേടിക്കും. എന്നിട്ട് ദിസ് ഡോട്ട് നെയിമും പിന്നെ ഏജും ലൊക്കേഷനും പ്രിന്റ് ചെയ്യും. നമുക്ക് ഈ ദിസിൻ്റെ വാല്യൂ ആയിട്ട് യൂസർ കൊടുക്കണം. നമുക്ക് കോളും അപ്ലൈയും ബൈൻഡും യൂസ് ചെയ്ത് ഇത് ചെയ്യാം. പക്ഷേ ഇത് അറിയില്ലെങ്കിൽ നമ്മളിത് എങ്ങനെയായിരിക്കും അച്ചീവ് ചെയ്യുക? നമ്മൾ ഈ പ്രിന്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷനെ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. ഞാൻ പുതിയൊരു കീ ഈ യൂസറിലോട്ട് ആഡ് ചെയ്യാണ്, FN. അതിൻ്റെ വാല്യൂ ആയിട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ പ്രിന്റ് ഡീറ്റെയിൽസിനെ കോൾ ചെയ്യാണ്. എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? യൂസർ ഡോട്ട് FN. പ്രിന്റ് ഡീറ്റെയിൽസിന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഏജും ലൊക്കേഷനും. ഏജ് 25, ലൊക്കേഷൻ ബാംഗ്ലൂർ. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ദിസ് ഡോട്ട് നെയിമിൽ ഡേവിഡ് കിട്ടി, പിന്നെ ഏജ് 25, ലൊക്കേഷൻ ബാംഗ്ലൂർ. ബേസിക്കലി നമ്മൾ ചെയ്തത് എന്താണ്? യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലോട്ട് ഈ പ്രിന്റ് ഡീറ്റെയിൽസിനെ ആഡ് ചെയ്തു, ഒരു പുതിയ കീ ആയ FN യൂസ് ചെയ്തിട്ട്. ഇങ്ങനെ നമുക്ക് ദിസിന് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി ആ ഫംഗ്ഷനെ ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിലോട്ട് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇവിടെ സംഭവിച്ച പോലെ യൂസർ ഡോട്ട് FN. അത് കഴിഞ്ഞ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുക. ഇപ്പം നമ്മൾ യൂസർ പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നെയിം ഡേവിഡ് ആണ്, പിന്നെ FN എന്ന് പറഞ്ഞ ഒരു പുതിയ കീ വന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഈ ഫംഗ്ഷനാണ്, ഏജും ലൊക്കേഷനും. അതുകൊണ്ടാണ് നമ്മൾ യൂസർ ഡോട്ട് FN ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തപ്പോൾ
ഈ ഫംഗ്ഷൻ കോൾ ആയത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലോട്ട് നമ്മളൊരു കീ ആഡ് ചെയ്തു. ഇങ്ങനെ കീ ആഡ് ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പുതിയതായിട്ട് ഒരു ഫംഗ്ഷൻ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യണം. ഡിലീറ്റ് യൂസർ fn console.log യൂസർ. ഇപ്പം നെയിം ഡേവിഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ fn എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ റിമൂവ് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പുതിയ കീ ആഡ് ചെയ്തപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത കീയെ ഡിലീറ്റ് ചെയ്യണം, അത് യൂസ് ചെയ്തതിന് ശേഷം. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സപ്പോസ് ഇവിടെ fn എന്ന് പറഞ്ഞ് ഞാൻ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, AG എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ. ഇപ്പം യൂസർ പ്രിന്റ് ചെയ്തപ്പോൾ നെയിം ഡേവിഡ് മാത്രമേ ഉള്ളൂ, fn AG ഡിലീറ്റ് ആയി. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ഇവിടെ കൊടുക്കുന്ന ആ കീ യുണീക്ക് ആയിരിക്കണം. നമുക്ക് വെറുതെ തോന്നിയ ഒരു കീ കൊടുക്കാൻ പാടില്ല. എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഒരു കീ വേണം അവിടെ കൊടുക്കാൻ. കാരണം ആ ഒബ്ജക്റ്റിന് ചിലപ്പോൾ ആ ഒരു കീ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ച എക്സാമ്പിൾ പോലെ fn ഓൾറെഡി ഈ ഒബ്ജക്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് ആയിപ്പോയി, പിന്നെ ഇവിടെ ഓവർറൈറ്റും ആയി. അതുകൊണ്ട് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു യുണീക്ക് കീ ക്രിയേറ്റ് ചെയ്യണം. കോൺസ് യുണീക്ക് കീ. അതിനുവേണ്ടി ജാവാസ്ക്രിപ്റ്റിൽ സിംബൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് എപ്പോൾ വിളിച്ചാലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡി ആയിരിക്കും റിട്ടേൺ ചെയ്യുക, ഒരു യുണീക്ക് ഐഡി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സിംബലിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു യുണീക്ക് ഐഡി റിട്ടേൺ ചെയ്യുമെന്ന് വിചാരിച്ച് വെച്ചാൽ മതി. നമ്മൾ പണ്ട് ചെയ്ത സെയിം കാര്യം, യൂസർ യുണീക്ക് കീ, യൂസറിലോട്ട് പുതിയതായിട്ടൊരു കീ ആഡ് ചെയ്തു, അതിൻ്റെ വാല്യൂ ആയിട്ട് പ്രിന്റ് ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. എങ്ങനെ കോൾ ചെയ്യുക? യൂസർ യുണീക്ക് കീ. അന്നേരം ഈ ഫംഗ്ഷനെ കിട്ടി. ഈ ഫംഗ്ഷനിലോട്ട് ഇനി ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം. ഏജ്, ലൊക്കേഷൻ. ഇവിടെ യൂസർ യുണീക്ക് കീ 25 ബാംഗ്ലൂർ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴും ഈ ഫംഗ്ഷൻ കോളായി. അതിൽ ദിസിൻ്റെ വാല്യൂ യൂസർ ഒബ്ജക്റ്റ് ആണ്. ദിസ് ഡോട്ട് നെയിം ചെയ്തപ്പോൾ നമുക്ക് ഡേവിഡ് കിട്ടി, പിന്നെ ഏജും ലൊക്കേഷനും പ്രിന്റഡ് ആയിട്ട് വന്നു. ഇനി ആ കീയെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് യൂസർ യുണീക്ക് കീ console.log യൂസർ. നെയിം ഡേവിഡ് തന്നെ. നമ്മൾ യുണീക്ക് കീ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് നെയിം ഡേവിഡ് തന്നെ കിട്ടി, ഈ സെയിം യൂസർ ഒബ്ജക്റ്റ്. നമുക്ക് കോൾ മെത്തേഡിൻ്റെ പോളിഫിൽ എഴുതാം. ഇവിടെ പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിൽ നമ്മൾ നെയിമും ഏജും ലൊക്കേഷനും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ദിസിൻ്റെ വാല്യൂ യൂസർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ കോൾ മെത്തേഡ് യൂസ് ചെയ്തു. നമുക്ക് സ്വയം എങ്ങനെ കോൾ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൾ മെത്തേഡ് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഫംഗ്ഷൻ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് മൈ കോൾ
ഈക്വൽ ടു ഫംഗ്ഷൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനിലാണ് ഈ കോൾ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അന്നേരം ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു മെത്തേഡ് ആഡ് ചെയ്യാണ്. ആ മെത്തേഡിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് മൈ കോൾ എന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളിൻ്റെ ഇൻപുട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ദിസിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഈ ഫംഗ്ഷനിലുള്ള ദിസിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിരുന്നു. ഒബ്ജക്റ്റിന് ഞാൻ ഇവിടെ കോണ്ടസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നത്. ദിസിൻ്റെ കോണ്ടസ്റ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസിൻ്റെ കോണ്ടസ്റ്റ് യൂസറാണ്. പിന്നെ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം പാസ് ചെയ്യും. ഞാൻ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. 3 ഡോട്ട് പിന്നെ ആർക്സ് കൺസോൾ ഡോട്ട് ലോഗ് ആർക്സ്. ഞാൻ ജസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രിന്റ് ഡീറ്റെയിൽസ് മെത്തേഡിനെ കോൾ ചെയ്യാണ്. പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് മൈ കോൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർക്സ് അറേ ആയിട്ട് നമുക്ക് കിട്ടി. ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 25ഉം ബാംഗ്ലൂരും. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അറേ ആയിട്ട് കിട്ടി. ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ കോമയിട്ട് പാസ് ചെയ്ത ഈ ആർഗ്യുമെൻറ്റ്സ് അറേ ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടിയത്. നമുക്ക് കോൾ മെത്തേഡിൻ്റെ പോളിഫിൽ എഴുതാം. ഇവിടെ പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിൽ നമ്മൾ നെയിമും ഏജും ലൊക്കേഷനും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ദിസിൻ്റെ വാല്യൂ യൂസർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ കോൾ മെത്തേഡ് യൂസ് ചെയ്തു. നമുക്ക് സ്വയം എങ്ങനെ കോൾ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൾ മെത്തേഡ് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഫംഗ്ഷൻ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് മൈ കോൾ ഈക്വൽ ടു ഫംഗ്ഷൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനിലാണ് ഈ കോൾ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അന്നേരം ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു മെത്തേഡ് ആഡ് ചെയ്യാണ്. ആ മെത്തേഡിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് മൈ കോൾ എന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളിൻ്റെ ഇൻപുട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ദിസിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഈ ഫംഗ്ഷനിലുള്ള ദിസിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിരുന്നു. ഒബ്ജക്റ്റിന് ഞാൻ ഇവിടെ കോണ്ടസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നത്. ദിസിൻ്റെ കോണ്ടസ്റ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസിൻ്റെ കോണ്ടസ്റ്റ് യൂസറാണ്. പിന്നെ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം പാസ് ചെയ്യും. ഞാൻ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. 3 ഡോട്ട് പിന്നെ ആർക്സ് കൺസോൾ ഡോട്ട് ലോഗ് ആർക്സ്. ഞാൻ ജസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രിന്റ് ഡീറ്റെയിൽസ് മെത്തേഡിനെ കോൾ ചെയ്യാണ്. പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് മൈ കോൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർക്സ് അറേ ആയിട്ട് നമുക്ക് കിട്ടി. ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 25ഉം ബാംഗ്ലൂരും. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അറേ ആയിട്ട് കിട്ടി. ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ കോമയിട്ട് പാസ് ചെയ്ത
ഈ ആർഗ്യുമെൻറ്റ്സ് അറയായിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടിയത്. ഇപ്പം നമുക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മുടെ ഫംഗ്ഷന് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിട്ടി. ഏത് ഫംഗ്ഷനിലാണ് ഈ കോൾ മെത്തേഡ് റൺ ചെയ്യേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാവുക? console.log this. ഇവിടെ പ്രിന്റ് ഡീറ്റെയിൽസ് ആണ് ഡോട്ടിന് തൊട്ട് പിന്നിലായിട്ട് ഉള്ളത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസിൻ്റെ വാല്യൂ പ്രിന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും. നമുക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആണ് ദിസിന് കൊടുക്കേണ്ടതെന്ന് അറിയാം. നമുക്ക് ഒരു യുണീക്ക് കീ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ. നമ്മുടെ ഒബ്ജക്റ്റ് ഏതായിരുന്നു? കോണ്ടസ്റ്റിലോട്ട് നമ്മൾ ആ യുണീക്ക് കീയെ ആഡ് ചെയ്യാണ്. അതിൻ്റെ വാല്യൂ നമ്മുടെ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. എങ്ങനെ കോൾ ചെയ്യുക? കോണ്ടസ്റ്റ് യുണീക്ക് കീ. ഇപ്പം നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടി. ഇനി ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഒരു അറേ ആയിട്ടാണ് ആർക്സിൽ കിട്ടിയിട്ടുള്ളത്. അതിനെ വീണ്ടും കോമ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി വീണ്ടും സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, ആർക്സ് എന്ന് കൊടുക്കുക. ഇപ്പം നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ യുണീക്ക് കീയെ ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് റിസൾട്ടിനെ റിട്ടേൺ ചെയ്യുക. ഇപ്പം എന്താ സംഭവിച്ചത്? പ്രിന്റ് ഡീറ്റെയിൽസ് ഡോട്ട് മൈ കോൾ യൂസർ 25 ബാംഗ്ലൂർ എന്ന് ചെയ്തപ്പം കോണ്ടസ്റ്റിലോട്ട് യൂസർ ചെന്നു. ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ഒരു അറേ ആയിട്ട് കിട്ടി. 25 ബാംഗ്ലൂർ ഇങ്ങനെ ഒരു അറേ ആയിട്ട് കിട്ടി. അറേ ആയിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു യുണീക്ക് കീ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒബ്ജക്റ്റ്, ഇവിടെ എന്ന് പറഞ്ഞ യൂസർ എന്ന് പറഞ്ഞ ആ ഒബ്ജക്റ്റിലോട്ട് ആ യുണീക്ക് കീ ആഡ് ചെയ്തു. അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ കൊടുത്തു. ഫംഗ്ഷൻ ഏതാണ്? പ്രിന്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഉള്ളിൽ ദിസിൻ്റെ വാല്യൂ പ്രിന്റ് ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. ഈ പ്രിന്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷനെ നമ്മൾ ഇവിടെ കോൾ ചെയ്തു. കോൾ ചെയ്തപ്പം ആർക്സ് എന്ന് പറഞ്ഞാൽ 25 ബാംഗ്ലൂർ ആയിരുന്നു. ഇതിനെ നമുക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കോണ്ടസ്റ്റ് യുണീക്ക് കീ അത് കഴിഞ്ഞിട്ട് 25 ബാംഗ്ലൂർ എന്ന് വന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. സ്പ്രെഡ് ഓപ്പറേറ്റർ ആർക്സ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം ആർക്സ് അറേ കോമ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടി. അതിനുശേഷം ആ യുണീക്ക് കീയെ നമ്മൾ ഡിലീറ്റ് ചെയ്തു, റിസൾട്ടിനെ റിട്ടേൺ ചെയ്തു. ഈ ഒരു കേസിൽ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻസും വരാം. അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇത് ഓർത്ത് വെക്കണം. എപ്പോഴും റിസൾട്ട് റിട്ടേൺ ചെയ്യണം.